നന്ദു ഉയർത്തിയ ആരോപണങ്ങൾക്ക് ശ്രീ ജലീൽ പുനലൂരിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുകയാണ്. ചോദ്യങ്ങളാണ് ചോദിച്ചത്. കാരണം ആദ്യം തന്നെ ഞാൻ ആ ചോദ്യം ചോദിച്ചിരുന്നു, എന്ത് സേവനത്തിനാണ് വീണയ്ക്ക് പണം നൽകിയത് എന്ന്. നോക്കൂ, പറഞ്ഞോളൂ. ഈ ചോദ്യങ്ങൾ കൊല്ലങ്ങളായിട്ട് കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. മറുപടി മാത്രം പ്രത്യേകിച്ച് BJP-യുടെ കവല യോഗങ്ങളിൽ ഒരു BJP നേതാവ് നടത്തുന്ന ഡയലോഗുകൾക്ക്, പ്രസംഗങ്ങൾക്ക് ഒറ്റ വാക്കുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാം. എന്തുകൊണ്ട് നിങ്ങൾ ഡിഫൻസ് എടുക്കുന്നില്ല? ഇത് ആട്ടിനെ അല്ല, അതിൽ വലിയ കാര്യമില്ല. എക്സാലോജിക് ഇതൊന്നും വേണ്ട ചേട്ടാ, ഇത്രയൊന്നും അടിച്ചു പരത്തണ്ട. ഒറ്റ ചോദ്യം, എക്സാലോജിക് കമ്പനിയുടെ ഉടമയായിട്ടുള്ള വീണ വിജയൻ എന്ത് സേവനമാണ് കർത്തയുടെ കമ്പനിയായിട്ടുള്ള CMRL നൽകിയത്? ഒറ്റ ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുമോ? അല്ല, അത് നന്ദു ചോദ്യം ചോദിക്കും. എന്തുകൊണ്ടാണ് മറുപടി പറയാൻ പറ്റുന്നത്? നിങ്ങൾക്ക് അറിയില്ല. ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം താങ്കൾ LDFന്റെ പ്രതിനിധിയാണ്. താങ്കൾക്ക് പിണറായി വിജയനെ ന്യായീകരിക്കണം, പിണറായി വിജയന് വേണ്ടി ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കണം. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഞാൻ പറയാം, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിങ്ങൾ രാജ്യത്തെ സംവിധാനങ്ങളെ നേരത്തെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഇടപെട്ടതെന്നറിയോ? താങ്കൾ നേരത്തെ പറയാണ് ED കൂട്ടിലടച്ച തത്തയാണ് എന്ന് താങ്കൾ പറയുന്നു. സുപ്രീം കോടതി പറഞ്ഞു, ശരി. സുപ്രീം കോടതി കേരള സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പറഞ്ഞ വിധികൾ, നിങ്ങളുടെ 10 വർഷത്തിനിടയിൽ പറഞ്ഞ വിധികളൊക്കെ പറയാൻ തന്നാൽ CPM-കാർക്ക് തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഞാനത് പറയാത്തത് എന്റെ മാന്യതയാണ്. അപ്പോൾ അത് പോട്ടെ. അതിന് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കൂട്ടിലടച്ച തത്തയാണെന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെതിരെയോ, അല്ലെങ്കിൽ ഈ പറയുന്ന BJP-ക്കെതിരെയോ ഒക്കെ നിങ്ങൾ ആരോപണ ശരം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് BJP ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കള്ളമാണ്, ഞങ്ങൾ ഇന്ന സേവനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പണം വാങ്ങിയതെന്ന് പറയാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? ആ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? നോക്കൂ, ആ ഒരു ചോദ്യവും അപ്രസക്തമാണ്, അതിന് മറുപടി. ഞാൻ പറഞ്ഞ 2 കമ്പനികൾ തമ്മിലുള്ള ഒരു കരാറിൽ മറുപടി പറയേണ്ടത് അത് കമ്പനികളാണ്. ഞാൻ മറ്റൊരു പിണറായി വിജയൻ എന്തിനാ മറുപടി പറയാൻ വരുന്നത്? പത്രസമ്മേളനം നടത്തിയിട്ട് വീണ എന്റെ മകളായത് കൊണ്ടാണ് കൊണ്ടുപോകും. പുകമറ സൃഷ്ടിക്കാൻ എങ്ങനെ സാധിക്കും? പറയാൻ അനുവദിക്കൂ. ജനം TV സ്റ്റുഡിയോയിൽ ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിന് 1 വർഷത്തേക്ക് സർവീസ് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക്. ആ സർവീസിനിടയ്ക്ക് മെയിൻ്റനൻസ് വന്നാൽ അവരത് പരിഹരിക്കണം. ആ മെയിൻ്റനൻസ് വന്നില്ലെങ്കിൽ അവരത് സഹിച്ചോളണം. അത് ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഒന്നാണ്. അത് 2 കമ്പനികൾ തമ്മിലുള്ള സേവനവുമായി ബന്ധപ്പെട്ട ഒരു കരാറിനെ മനസ്സിലാകുന്ന നാടൻ ഭാഷയിലാണ് പറഞ്ഞത്. അതെങ്ങനെ മനസ്സിലാകണം? നിങ്ങളുടെ ബൈഠക്കിലിരുന്ന് പോയാലും നടക്കില്ല, ശാഖയിൽ പോയാലും പറ്റില്ല. ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ED അന്വേഷിക്കട്ടെ, ED അന്വേഷിക്കട്ടെ. ED അന്വേഷിക്കട്ടെ. ഞാൻ ഏകദേശം 25ഓളം ചർച്ചയിൽ നിന്ന് പങ്കെടുത്തു. എന്ത് ആണ് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി CMRL നിന്ന് എടുത്തിരിക്കുന്നത്? അത് പറയും. ജന്മഭൂമിയിൽ നിന്ന്, അത് പറയും. ജന്മഭൂമിയിൽ ജനമൊക്കെ നിങ്ങൾ പറഞ്ഞോ? ഞാൻ ചോദിച്ചത് CMRL നിന്ന് ഈ പറയുന്ന എക്സാലോജിക് കമ്പനി എടുത്തിരിക്കുന്ന AMC ഏത് സോഫ്റ്റ്വെയറിന്റെ AMC ആണ് എടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് സേവനമാണ് IT കമ്പനി എന്നുള്ളത് നിങ്ങളുടെ കമ്പനി കൊടുത്തിരിക്കുന്നത്? അത് പറയും. ചോദ്യം ചോദിച്ചാൽ എന്നെ ഒന്ന് മറുപടി പറയാൻ ജനാധിപത്യമില്ല എന്നുള്ളത് ഇടപെടരുത്. ഒന്ന് ജലീൽ മറുപടി പറയട്ടെ. എന്ത് സേവനം കൊടുത്തു എന്നതിന് മറുപടിയുണ്ടോ? അല്ല, അത് ആ കമ്പനികൾ നോക്കട്ടെ. ഇനി അതിൽ ക്രമവിരുദ്ധമായി അതിന് ഇടതുപക്ഷം മറുപടി പറയേണ്ട ഒരു ബാധ്യതയല്ല. ഞാൻ പറഞ്ഞുതരാം. ED സമഗ്രമായി അന്വേഷിക്കട്ടെ. ED അന്വേഷിക്കട്ടെ. കോടതി തെളിവുകൾ പരിശോധിക്കട്ടെ. അതല്ല നീതിന്യായ വ്യവസ്ഥയൊന്നുമില്ലാതെ നന്ദുകൊണ്ട് CPM സംസ്ഥാന നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ പറയുന്ന 2 കമ്പനികൾക്കെതിരായിട്ട് ED ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ആ കമ്പനിക്കെതിരായിട്ട് അന്വേഷണം നടത്തുന്ന ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ പാളയത്ത് ഉൾപ്പെടെയുള്ള ഏരിയ സെക്രട്ടറിമാർ എന്തുകൊണ്ട് അവിടെ വന്നു? നന്ദു, ജലീലിന് മറുപടി ഉണ്ട് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങട്ടെ. എനിക്ക് അത്ര ഉറപ്പുണ്ട്. ഒരു മിനിറ്റ്, നാടൻ ഭാഷയിലാണ് എന്റെ മറുപടി, താങ്കൾക്ക് മനസ്സിലാവും. ബൈഠക്കിലൊന്നും പോണ്ട, നാടൻ ഭാഷയിൽ പറയാം.
താങ്കൾ പറഞ്ഞു AKG സെൻറ്റർ മേൽവിലാസമായി വീണ വിജയൻ കൊടുത്തിരിക്കുന്നു. ജനം ടി വിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കുടുംബം ഈ ഒരു ജനം ടി വിയുടെ മേൽവിലാസം കൊടുത്താൽ അത് വലിയ അപരാധമാണ്. പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഒരു ചോദ്യം ചോദിച്ചാൽ നാളെ സെക്രട്ടറിയേറ്റ് ജോലി ചെയ്യുന്ന ഒരു കമ്പനി തുടങ്ങുന്നു, അല്ലെ സെക്രട്ടറിയേറ്റ് ജോലി ചെയ്യുന്ന ഒരു കമ്പനി കേരളത്തിലെ തിരുവനന്തപുരം അഡ്രസ്സിൽ തുടങ്ങാൻ എന്ത് നിങ്ങൾക്കൊന്നും ഈ BJP നേതാക്കളെന്ന് പറഞ്ഞ് നടക്കാൻ മാത്രമേ സാധിക്കൂ. നിങ്ങൾക്കൊന്നും നേതാക്കൾക്ക് യാതൊരു അവകാശവുമില്ല. CPM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് AKG സെന്ററിനോട് ചേർന്നിട്ടുള്ള ചിന്താ ഫ്ലാറ്റിൽ എല്ലാവരുടെയും അഡ്രസ് കൊടുക്കുന്നത് AKG സെന്റർ എന്നാണ്. നിങ്ങൾ ഈ ആട്ടിനെ പട്ടിയാക്കിയിട്ട് പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനൊന്നും കേരളത്തിൽ നടക്കില്ല. അത് യുപിയിലും ത്യാഗസന്നദ്ധയ്ക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് വിലയിടാനൊന്നും BJP വളർന്നിട്ടില്ല. താങ്കൾ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ സമ്പാദ്യത്തെ കുറിച്ച് സാധാ ശാഖാ പ്രസിഡന്റിന്റെയും ബ്രാഞ്ച് പ്രസിഡന്റ് കഞ്ഞിക്ക് ഗതിയില്ലാതെ നടന്ന BJP യൂണിറ്റ് പ്രസിഡന്റ് ഒക്കെ ഇന്നത്തെ ആസ്തികളൊന്ന് നോക്കണം. ഓരോ സ്ഥലത്തും നടക്കുന്നത് ചക്രവർത്തിക്ക് ഒന്ന് മാർക്കിടാൻ നന്ദുവും BJPയും വളർന്നിട്ടില്ല. 50,000 പറ നെല്ലിന്റെ ആസ്തി ഉണ്ടായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അവസാനം കിടന്ന് മരിച്ചത് തിരുവനന്തപുരത്ത് മകളുടെ കോടീശ്വരന്മാരായിട്ട് ബന്ധമുള്ള ഈ പറയുന്ന പാർട്ടിയുടെ ബഹുകോടീശ്വരന്മാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പാർട്ടി ചാനലുള്ള അതുപോലെ തന്നെ വീണ വിജയനെ പോലെയുള്ള കോടീശ്വരിമാരായിട്ടുള്ള മുഖ്യമന്ത്രി പുത്രിമാരുള്ള ഒരു പാർട്ടിയോട് വിലപേശാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ഏതെങ്കിലും ഒരു യുവതി ഒരു ബിസിനസ് നടത്തി വച്ച പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ വിജയന്റെ എക്സാലോജി കമ്പനി അല്ലാതെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ പറയുന്ന കേരളത്തിനകത്ത് ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിച്ച ഒരാളുടെ പേര് പറയാമോ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുകയാണ് AKG സെൻട്രൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നത് കൊണ്ട് മകൾക്ക് അവിടെ ഇത് പേര് വെക്കുന്നത് എന്താ? നാളെ ഇനിയിപ്പോൾ നമ്മളൊക്കെ ഡൗട്ട് അടിക്കേണ്ടത് നാളെ സെക്രട്ടേറിയറ്റിനകത്ത് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഏതെങ്കിലും IAS IPS ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ആരെങ്കിലും ഭാര്യ നാളെ ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സ്വർണ്ണക്കടത്തോ പോലുള്ള സംവിധാനങ്ങൾ തുടങ്ങുമ്പോൾ അതിന് അഡ്രസ് വെക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ആയിരിക്കുമോ എന്നിനി നമ്മൾ ഭയക്കണം. ഇനി പറഞ്ഞതുപോലെയാണെങ്കിൽ മന്ത്രിമാരായിരുന്ന പലരുടെയും ഭാര്യമാരോ സഹോദരിമാരോ ഒക്കെ സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഒരു മിനിറ്റ് അദ്ദേഹത്തെ ഒന്ന് പറയാൻ അനുവദിക്കാം നമുക്ക്. ശ്രീ ജലീൽ പുനലൂർ, ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. അങ്ങ് EMSന്റെ കാര്യം പറഞ്ഞു. EMSനെയും പിണറായി വിജയനെയും ഒക്കെ ഈ കാര്യത്തിൽ തുലനം ചെയ്യാൻ കഴിയുമോ എന്ന് കമ്മ്യൂണിസ്റ്റുകൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഒരു ചെത്തുകാരൻ്റെ മകനായി പലരുടെയും സഹായത്താൽ കോളേജ് പഠനം വരെ എത്തിയ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ചൊക്കെ അദ്ദേഹം കടന്നു വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ പല അഭിമുഖങ്ങളിലും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പിണറായി വിജയൻ ഇന്ന് പറയുകയാണ് ഈ നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഈ തുകയൊന്നും വലിയ തുകയല്ല എന്ന് പറയുകയാണ്. ഈ വലിയ തുക എന്ന് പറയുമ്പോൾ 2.25 കോടി രൂപ ശ്രീ ജലീൽ പുനലൂരിന് വലിയ തുകയാണോ അതോ ചെറിയ തുകയാണോ? അതൊന്ന് പറയൂ. ഒപ്പം തന്നെ 20 കോടി ചെറിയ തുകയാണോ വലിയ തുകയാണോ അങ്ങയെ സംബന്ധിച്ച്? ഞാൻ ദീർഘകാലം ദുബായിൽ ജോലി ചെയ്ത ഒരാളാണ്. IT ഫീൽഡുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞാൻ ആ മേഖലയിൽപ്പെട്ട ആളല്ലെങ്കിലും അതുമായി ബന്ധമുള്ള ഒരാളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉയർന്ന ശമ്പളം വാങ്ങുന്നവരും ജീവിത സൗകര്യം അനുഭവിക്കുന്നത് IT മേഖലയായിട്ട് ബന്ധമുള്ളവരാണ്. നമ്മളൊക്കെ ആഴ്ചയിലോ മാസത്തിലോ ഭക്ഷണം കഴിക്കുന്ന അത്രയും തുകയുടെ ഭക്ഷണം ഉച്ചയ്ക്കിരുന്നവർ ഭക്ഷണം കഴിക്കുന്നതാണ്.
അപ്പൊ അവരെ സംബന്ധിച്ച് ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ 2 കോടി Yes. 2.5 കോടി എന്ന് ശ്രീ പർവ്വതീകരിച്ച് ജലീൽ പറഞ്ഞാൽ പുനലൂർ, അതൊന്നും അത്ര വലിയ കാര്യമല്ല. IT പ്രൊഫഷണലായി ജീവിതം നയിക്കുന്നവരുടെ കാര്യമാണ് താങ്കൾ ഈ പറയുന്നത്. വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച വരുമാനമല്ലാതെ മറ്റൊരു വരുമാനവും എവിടെ നിന്നുമില്ല എന്ന് SFIO വളരെ കൃത്യമായി അവരുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ കണ്ടെത്തിയതാണ്. ഒപ്പം ഇഡിയുടെ കണ്ടെത്തലും അങ്ങനെ തന്നെയാണ്. അവളെ അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും സ്ഥിരമായ ഒരു വരുമാനം വീണയ്ക്കില്ല. സ്ഥിരമായി മാസപ്പടി കിട്ടിക്കൊണ്ടിരുന്നു. അതാണ് വീണയുടെ വരുമാനം. അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ എക്സ്പീരിയൻസ്ഡ് ആയ IT പ്രൊഫഷണലുകൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ ഈ 2.25 കോടി രൂപ എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയതായിരിക്കില്ല. പക്ഷേ ഒരു സേവനവും നൽകാതെ ഇത്ര കോടിക്കണക്കിന് രൂപ ഒരാൾക്ക് കിട്ടുമ്പോൾ അത് വലിയ തുകയൊന്നുമല്ല എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ സമ്പത്തിനെ കുറിച്ച് പിണറായിയുടെ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ, കേരളത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടത്. ശ്രീ ജലീൽ പുനലൂർ, താങ്കൾ അതുകൂടി ഒന്ന് കണക്കിലെടുത്ത് വേണം ഇത്തരം ന്യായീകരണങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ. നോക്കൂ, ഞാൻ ന്യായീകരിക്കുകയല്ല, നമ്മുടെ ചിന്താഗതിയുടെ വിഷയമാണ്. ചെത്തുകാരൻ കോരൻ്റെ മകൻ കാലാകാലവും ചെത്തുകാരനായി നിൽക്കണമെന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണമെന്ന ഏറ്റവും വികലമായ ഒരു ചിന്തയ്ക്കാണ് നിർഭാഗ്യവശാൽ നമ്മൾ ഒരിക്കലും ഞാൻ അതല്ല സൂചിപ്പിച്ചത്, ഞാൻ അതല്ല പറഞ്ഞത്. പക്ഷേ പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണോ ഇത്രയധികം ഒക്കെ ഉണ്ടാക്കിയത്? അല്ല, പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ നിന്നും പിണറായി വിജയൻ എന്നല്ല, ആരും പൊതുമുതൽ അപഹരിച്ചുകൊണ്ട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയാൽ അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാവണം, നീതിന്യായ വ്യവസ്ഥ ശിക്ഷിക്കണം. അത് നടക്കട്ടെ. നിങ്ങളിപ്പോൾ എത്രയോ അന്വേഷണ ഏജൻസികളുടെ പേര് പറഞ്ഞു, അവർ കണ്ടെത്തി, ഇവർ കണ്ടെത്തി.